പ്രണയശലഭങ്ങൾ ഭാഗം 15. ആ ദീർഘനിശ്വാസം പൂർത്തിയാക്കുന്നതിനു മുൻപേ തൻ്റെ അരികിലേക്ക് ഓടി വന്നിരുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണുകൾ പെട്ടെന്ന് പരിഭ്രമത്തോടെ വിടർന്നു നിന്നു. പാൽപ്പായസത്തിൻ്റെ നിറമുള്ള മുഖത്തെ ആ കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെയൊരു നിമിഷം അവനും നോക്കിയിരുന്നു. അന്നേരം അവിടമാകെ ചെമ്പകപ്പൂമണം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ ആ കണ്ണുകളിൽ നോക്കി അവളും തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. അത് ചുമ്മാ. ഗൗരി ഒരിക്കലും കള്ളം പറയില്ലെന്ന തന്നെക്കുറിച്ച് ഞാൻ കേട്ടത്. പറ, ഞാൻ വിളിച്ചത് കേട്ടിട്ടും എന്തേ നിൽക്കാതെ ഓടിയത്? അത് പിന്നെ... അവളുടെ അധരങ്ങൾ സങ്കോചപ്പെടുന്നത് എന്തിനാണെന്നറിയാൻ ഒരു നിമിഷം അവനും തിടുക്കം കൂടി. പെട്ടെന്ന് കോളേജിലെ ടൈമർ വീണ്ടും ഉച്ചത്തിൽ ശബ്ദിച്ചപ്പോൾ അവൾ അവിടെ നിന്നും പിടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന് തന്നെ ആ കൈകളിൽ മുറുകെ പിടിച്ചു. അപ്രതീക്ഷിതമായ അവൻ്റെ പിടുത്തത്തിൽ പരിഭ്രമിച്ചുകൊണ്ടവൾ ചുറ്റിലും ഒന്ന് നോക്കി. പ്ലീസ് ആദ്യേട്ടാ, ഒന്ന് വിടൂ. ആരെങ്കിലും കണ്ടാൽ... കാണട്ടെ, അതിനെന്താ? പലപ്പോഴും ഈ കോളേജിലെ ടൈമർ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അടിക്കുന്നത് പോലുണ്ടല്ലോ. ഇന്നെന്തായാലും കാര്യം പറയാതെ തന്നെ ഞാൻ ഇവിടുന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ആ കൈ വളച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തിയപ്പോൾ ഗൗരി ഒരു നിമിഷം പേടിയോടെ കണ്ണുകൾ വിടർത്തി അവനെ തന്നെ ഇമവെട്ടാതെ നോക്കി നിന്നു. പാൽനിറം പോലുള്ള അവളുടെ മുഖത്തു നിന്നും അവനും കണ്ണെടുക്കാതെ നോക്കി നിന്നു. ശരിക്കും താൻ എന്തിനാ എൻ്റെ പിറകെ ഇങ്ങനെ വാച്ച് ചെയ്ത് നടന്നത്? എന്താ, ലവ്വാ? പിന്നെ എന്തിനാ താൻ എന്നെ കണ്ടപ്പോൾ ഓടാൻ ശ്രമിച്ചത്? അതൊന്നുമില്ല. ഒന്നുമില്ലാതെയാണോ താൻ എന്നെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയൊക്കെ നടക്കാൻ ശ്രമിക്കുന്നത്? ഞാനിതൊന്നും കാണുന്നില്ലെന്നാണോ തൻ്റെ വിചാരം? അവൻ്റെ സംസാരത്തിൽ അവളുടെ കണ്ണുകൾ ഒന്നുകൂടി പിടഞ്ഞുകൊണ്ട് അവനെയൊന്ന് നോക്കി. പ്ലീസ് ആദ്യേട്ടാ, ഞാനിനി ആദ്യേട്ടനെ ഒരിക്കലും ഒളിഞ്ഞു നോക്കാൻ ശ്രമിക്കില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് വിടാമോ പ്ലീസ്? എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും വേദനിക്കുന്നുണ്ടോ? ശരിക്കും വേദനിക്കുന്നുണ്ട്. അവൾ കുറുക്കിയ കണ്ണുകളോടെ അവനെ നോക്കിയത് പറഞ്ഞപ്പോൾ ആദി പെട്ടെന്ന് ആ കൈകളിൽ നിന്നുള്ള പിടുത്തം പിൻവലിച്ചു. അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തോടെ ഗൗരി ഒന്ന് വിട്ടു നിന്നെങ്കിലും തൻ്റെ കയ്യിലെ നീറ്റത്തെ ഊതിക്കൊണ്ടവൾ അവൻ്റെ മുഖത്തേക്ക് പരിഭവത്തോടെ ഒന്ന് നോക്കി. ആ നോട്ടം അവൻ്റെ കണ്ണുകളുമായി ഉടക്കിയപ്പോൾ പുഞ്ചിരിയോടെ അവിടെ നിന്നും തിരിയാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് ടീന മിസ് അവിടേക്ക് നടന്നു വരുന്നത് അവൻ കണ്ടത്. എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തയോടെ നിന്നപ്പോഴേക്കും മിസ് അവൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. എന്നതാ ഇവിടെ? ബെല്ലടിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ചുമ്മാ കളിച്ചു നിൽക്കാതെ വേഗം ക്ലാസ്സിൽ പോ പിള്ളേരെ. ഓക്കെ മിസ്സേ. ഈ കുട്ടി എന്നോടൊരു സംശയം ചോദിച്ചപ്പോൾ ഞാൻ... ബാക്കി സംശയമൊക്കെ നമുക്ക് പിന്നീട് വിശദമായി തീർക്കാം. ഇപ്പോൾ രണ്ടാളും അവരവരുടെ ക്ലാസ്സിലേക്ക് ചെല്ല്. മിസ്സിനെ നോക്കി പുഞ്ചിരി വരുത്തിയതുപോലെ ഭാവിച്ചുകൊണ്ടവൾ അവിടെ നിന്ന് വേഗത്തിൽ ഓടിക്കളഞ്ഞു. അവൾ ഓടുന്നതും നോക്കി നിൽക്കുന്ന ആദിത്യനെ കണ്ടപ്പോൾ ടീന മിസ് കൈവീശി കാണിച്ചുകൊണ്ട് അവനെയൊന്ന് വിളിച്ചു. ഡാ ആദിത്യ, പെൺപിള്ളേരെങ്ങനെ വായി നോക്കി നിൽക്കാതെ വേഗം ക്ലാസ്സിൽ പോയി ഇരിക്കടാ. അയ്യോ മിസ്സേ, ഞാൻ അങ്ങനെയൊന്നും... അപ്പോഴേക്കും ടീന മിസ് അവിടെ നിന്നും നടന്നു തുടങ്ങിയിരുന്നു. അന്ന് വൈകുന്നേരം ഹോസ്റ്റലിൽ തിരിച്ചെത്തിയ ശേഷം തൊട്ട് ഗൗരി ഒരേ ഇരിപ്പ് തുടർന്നു. എന്ത് ചിന്തിക്കുന്നുവെന്നോ എവിടേക്കാണ് തൻ്റെ ചിന്തകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നോ ഒന്നും അറിയാതെ അവൾ അലസതയോടെ ഇരുന്നു. ഒന്നിലും താല്പര്യമില്ലാത്തതുപോലൊരവസ്ഥ. തൻ്റെ അനുവാദമില്ലാതെ ഒരാൾ ഇന്ന് തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചിരിക്കുന്നു. അതിന് കാരണമൊരുക്കിയത് താൻ തന്നെയാണല്ലോ എന്നോർത്ത കുറ്റബോധവും അവളെ ഏറെ വിഷമിപ്പിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു താൻ ആദ്യേട്ടനെ നിരീക്ഷിച്ചുകൊണ്ട് പിറകെ ഇങ്ങനെ നടന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്കൊരെത്തും പിടിയും കിട്ടിയില്ല. റൂമിലേക്ക് കയറി വന്ന മീരയുടെ സാന്നിധ്യം പോലും തിരിച്ചറിയാതിരിക്കാൻ മാത്രം വ്യാകുലപ്പെട്ട് കിടന്നിരുന്ന അവളുടെ മനസ്സിനെ ഉണർത്താനെന്നോണം മീര അവളെയൊന്ന് കുലുക്കി വിളിച്ചു. ഗൗരി. ഞെട്ടിയുണർന്ന ഭാവത്തോടെ അവൾ മീരയൊന്ന് നോക്കി. ചേച്ചി ഇതെപ്പോൾ വന്നു? അത് കൊള്ളാം. ഞാൻ വന്നിട്ട് എത്ര നേരമായി? നീ എന്താ പകൽ സ്വപ്നം കാണുമായിരുന്നോ? എന്തോ കാര്യമായി തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താടാ കാര്യം? മീരയുടെ എല്ലാം തുറന്നു പറയാനായി അവൾ നാവെടുത്തതും പെട്ടെന്ന് തന്നെ അത് വേണ്ടെന്ന തീരുമാനത്തിൽ അവൾ എത്തിച്ചേരുകയും ചെയ്തു.
ആദിയേട്ടനും മീരയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവനെക്കുറിച്ച് ആര് എന്തു മോശം പറഞ്ഞാലും മീരയ്ക്കത് ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയിരിക്കെ താൻ കാരണം ഇന്ന് സംഭവിച്ചു പോയ അവൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് പ്രശ്നമാക്കേണ്ടതില്ലെന്ന് അവളും തീരുമാനിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പെട്ടെന്ന് വീട്ടിലെല്ലാവരെയും കുറിച്ച് ഓർത്തുപോയി. അച്ഛൻ, അമ്മ, ഏട്ടൻ, പിന്നെ മുത്തശ്ശി, എല്ലാവരെയും ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നു ചേച്ചി. അവരെയൊക്കെ പിരിഞ്ഞ് ഇത്രയും ദിവസം ഞാൻ ഇരുന്നിട്ടേ ഇല്ല. ടേബിളിലേക്ക് തല ചായ്ച്ചു കൊണ്ടവൾ കിടന്നു. കൺമുന്നിൽ കിടന്നിരുന്ന കടലാസ് പെൻസിൽ എടുത്തുകൊണ്ടവൾ ഉദാസീനതയോടെ വിരലിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മീര അവളുടെ സമീപത്തേക്ക് വന്നു നിന്നു. ഒരു കൊച്ചുകുട്ടിയുടെ പരിഭവത്തോടെ കിടക്കുന്ന അവളുടെ തലക്കിട്ട് ഒരു കിഴുക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എടി മണുങ്ങൂസേ, ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? നീ ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെയായിരുന്നോ? കഷ്ടം. അതിനല്ലേ ആ കിടക്കുന്ന സാധനം? ടീപ്പോയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടവൾ സംസാരിച്ചു. ആ ഫോൺ എടുത്ത് ഒരു വീഡിയോ കോൾ ചെയ്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനാണോ നീ ഇങ്ങനെ ഒരുമാതിരി കോഴി വെള്ളത്തിൽപ്പെട്ട പോലെ? അവൾ വാക്കുകൾ മുഴുവനാക്കിയില്ല. അപ്പോഴേക്കും ഗൗരി പതുക്കെ തല ഉയർത്തി. ഓ ചേച്ചി, ചുമ്മാ കളിയാക്കാതെ. പപ്പയുടെ കൂടെ ഒറ്റയ്ക്ക് ജീവിച്ച് വളർന്ന ചേച്ചിക്ക് എൻ്റെ ഫീലിങ്സ് ഒന്നും മനസ്സിലാവില്ല. ആ, അത് നീ പറഞ്ഞത് ശരിയാ. അത്തരം ഫീലിങ്സ് ഒന്നും എനിക്ക് തൽക്കാലമില്ല. എന്നാൽ കുടുംബത്തിലെ സ്നേഹവും ലാളനയുമെല്ലാം വേണ്ടതിലധികം കിട്ടിയതിൻ്റെ പ്രശ്നം നിനക്ക് ഒരുപാടുണ്ട് താനും. ആ, ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അതെല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. അതൊക്കെ പോട്ടെ, വരാനിരിക്കുന്ന കലോത്സവത്തിന് നീ കവിത ചൊല്ലുന്നുവെന്ന് കേട്ടു. സത്യാണോടാ? കാലയ്ക്ക് മുത്തേ, അത് നീ ഗംഭീരമാക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഈ കോളേജിൽ വന്നതിന് ശേഷമുള്ള നിന്റെ ആദ്യത്തെ പെർഫോമൻസ് അല്ലടാ. എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കണം. എന്താ, ഓക്കെ അല്ലേ? ആ തീരുമാനത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ എന്ന മട്ടിൽ അതിന് മറുപടി എന്നോണം അവളൊന്ന് അലസമായി മൂളി. കോളേജിലെ കുറച്ച് ദിവസങ്ങളിൽ ആദിത്യൻ്റെ കണ്ണിൽ പെടാതിരിക്കാനായിരുന്നു പിന്നീടുള്ള അവളുടെ ശ്രമം മുഴുവനും. അവനെ കാണുമ്പോഴേക്കും മറഞ്ഞു നിൽക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. സത്യത്തിൽ ആദിത്യൻ എന്ന വ്യക്തി അവളെ പിന്തുടരുന്നുവെന്ന മനോഭാവത്തോടെ അവൾ എപ്പോഴും പേടിയോടെ നടക്കുകയായിരുന്നു. ക്ലാസ് മുറിയിലെ ഫ്രണ്ട്സുകൾക്കിടയിൽ അവൻ്റെ പേര് കേൾക്കുമ്പോഴും അവനെക്കുറിച്ച് വാനോളം പുകഴ്ത്തുമ്പോഴുമെല്ലാം മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥത ഉടലെടുക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ആദിത്യൻ എന്ന പേരും രൂപവും അവൾക്ക് മുന്നിലേക്ക് വന്നു നിൽക്കുകയായിരുന്നു. ആദിത്യൻ്റെ മുന്നിൽ താൻ ഒരിക്കലും ചെന്നു പെടരുതെന്ന ചിന്തയോടെയായിരുന്നു അവളുടെ ഓരോ പ്രവൃത്തികളും. കോളേജ് വിട്ടാലും അല്പം താമസിച്ചേ അവൾ എന്നും ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. കോളേജിലെ സൂപ്പർ സ്റ്റാറുകളെല്ലാം ആ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുമെന്ന ഊഹത്തിലായിരുന്നു അവൾ ഓരോ ചുവടും മുന്നോട്ട് വെച്ചിരുന്നത്. അന്നും പതിവ് പോലെ ഒരു ദിവസം അവൾ എല്ലാവരും പോയെന്നുറപ്പിച്ച് പുറത്തേക്കിറങ്ങി. അന്നേരം പുറത്ത് നല്ല മഴയായിരുന്നു. ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ചിന്നിച്ചിതറി പതിച്ചുകൊണ്ടിരിക്കുന്ന മഴയുടെ സാന്നിധ്യം അവളുടെ മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമയേകി. ആ മഴയിലൂടെ ഒന്ന് ഓടിക്കളിക്കാൻ ആ മനസ്സറിയാതെ വെമ്പൽ കൊണ്ട നിമിഷമായിരുന്നു അത്. തോളിൽ തൂക്കിയ ബാഗ് താഴെ ഇറക്കി വെച്ച ശേഷം ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു നോക്കി. അവിടെയെങ്ങും ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞതും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെയും ഉത്സാഹത്തോടെയും അവൾ മഴയിലേക്ക് ചാടിയിറങ്ങി. ഒഴുകിപ്പോകുന്ന വെള്ളത്തെ കാലുകൾ കൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കോളേജിലെ വനിതാ പ്യൂൺ അതുവഴി നടന്നു വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കോളേജ് വിട്ടിട്ടും തന്നെ അവിടെ വെച്ച് കണ്ടെന്ന കാര്യം വല്ലതും പ്രിൻസി എങ്ങാനും അറിയാനിടയായാൽ പണിഷ്മെൻറ്റും കാര്യകാരണങ്ങളും തനിക്ക് നേരിടേണ്ടി വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കണ്ട പാടെ മഴയോടുള്ള ഇഷ്ടമെല്ലാം മാറ്റിവെച്ചുകൊണ്ടവൾ കോളേജ് വരാന്തയിലേക്ക് വേഗത്തിൽ ഓടിക്കയറി. അപ്പോഴേക്കും ആ സ്ത്രീ അവളുടെ അടുത്തേക്ക് നടന്നെത്തിയിരുന്നു. ദേഹമാകെ നനഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടതും സംശയദൃഷ്ടിയോടെ അവരൊന്ന് തുറച്ചു നോക്കി. എന്താ കൊച്ചേ ഇവിടെ? കോളേജ് വിട്ടിട്ട് നേരെ എത്രയായി എന്നാ വിചാരം? എന്താ ഹോസ്റ്റലിലേക്കൊന്നും പോണില്ലേ? അത് പിന്നെ എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതിയെടുക്കാനുണ്ടായിരുന്നു ചേച്ചി. അത് കഴിഞ്ഞപ്പോഴേക്കും നേരം ഇത്തിരി വൈകി. ഞാൻ പോകാൻ ഇറങ്ങിയതാ. അപ്പോഴേക്കും മഴ കാരണം. പെട്ടെന്ന് ശബ്ദം മെല്ലെ താഴ്ന്നു. താൻ പറയുന്നത് കള്ളമാണല്ലോ എന്നോർത്തവൾ ഒരു നിമിഷം പരിതപിച്ചു. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതെന്നവൾ ചിന്തിച്ചു നിൽക്കുന്നതിനിടയിലേക്ക് ശരി ശരി, ഇനി ചുറ്റിത്തിരിയാതെ വേഗം ഇവിടുന്ന് പൊക്കോണം.
സാർ അറിഞ്ഞാലുള്ള പ്രശ്നം ഞാൻ പറയാതെ തന്നെ അറിയാലോ. തുറച്ചു നോക്കിക്കൊണ്ടവർ അവിടെ നിന്നും കടന്നുപോയി. ഓരോ ക്ലാസ് മുറിയിലേക്കും ആ കണ്ണുകൾ പരതിക്കൊണ്ടേയിരിക്കേണ്ടത് തൻ്റെ ആവശ്യവും കടമയുമാണെന്ന ഗൗരവത്തോടെ അവർ നടന്നു നീങ്ങി. ആ സ്ത്രീയുടെ നോട്ടത്തിൻ്റെയും മൂളലിൻ്റെയും അർത്ഥം നന്നായി തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം ഇനിയും അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി. ബാഗിനുള്ളിലിട്ടിരുന്ന ഇളം മഞ്ഞ നിറത്തിലുള്ള കുട പുറത്തേക്കെടുത്ത് നിവർത്തിപ്പിടിച്ചവൾ മുന്നോട്ട് നടന്നു. താഴേക്ക് വീഴുന്ന വെള്ളത്തുള്ളികളിൽ മെല്ലെ ചവിട്ടിക്കൊണ്ടവൾ നടന്നു നീങ്ങി. പെട്ടെന്നാണ് ആ കുടയിലേക്ക് അപ്രതീക്ഷിതമായി ആദിത്യൻ ഓടിക്കയറി നിന്നത്. മുടിയിലെ ഈർപ്പം കുടഞ്ഞുകൊണ്ടവൻ അവളെയൊന്ന് നോക്കി. അവനെ കണ്ടപാടെ തൻ്റെ തോന്നലുകളും മായാക്കാഴ്ചകളും ഇവിടെയും അതിക്രമിച്ചിരിക്കുന്നുവെന്ന ചിന്തയോടെ അവൾ സ്വയം മറന്നുകൊണ്ട് എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി. ഓഹോ, ഇവിടെയും എത്തിയോ? ഈശ്വരാ, നീ എനിക്ക് സ്വസ്ഥത തരില്ലെന്നുണ്ടോ? ഇന്നിനി കുടയിൽ കയറി ഒപ്പം നടന്ന് പേടിപ്പിക്കാമെന്നാണോ വിചാരിച്ചേ? എന്നെ നീ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ചോ? എൻ്റെ കണ്ണാ, എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇതിന് മാത്രം എന്ത് തെറ്റാ നിന്നോട് ഞാൻ ചെയ്തേ? എവിടേക്ക് തിരിഞ്ഞാലും ഈ രൂപം മാത്രമേ നീ എനിക്ക് കാട്ടിത്തരുന്നുള്ളൂ. ഇങ്ങനെ പോയാൽ എനിക്ക് വല്ല ഭ്രാന്തം പിടിക്കും കേട്ടോ. കുടയും പിടിച്ചുകൊണ്ടവൾ പരസ്പര വിരുദ്ധമായി എന്തൊക്കെയോ പിറുപിറുക്കുന്നത് കണ്ടപ്പോൾ ആദിക്കും സംശയം തോന്നി. പെട്ടെന്നവൻ അവളുടെ കയ്യിൽ നിന്നും കുട തട്ടിയെടുത്തുകൊണ്ട് അവളെ അല്പം മഴയിൽ നനയിപ്പിക്കാൻ ശ്രമിച്ചു. മഴയുടെ നനവ് അവളുടെ ശരീരത്തെ വീണ്ടും സ്പർശിച്ചപ്പോഴാണ് തൻ്റെ തോന്നലോ മായക്കാഴ്ചകളോ ഒന്നുമല്ലതെന്നും കൂടെ നിൽക്കുന്നത് യഥാർത്ഥ ആദിത്യൻ തന്നെയാണെന്നവൾ തിരിച്ചറിഞ്ഞതും. ചമ്മലോടെ അവൾ തല താഴ്ത്തി നിന്നു. മഴ നനഞ്ഞു നിൽക്കുന്ന അവളെ കുടക്കീഴിലേക്ക് തന്നെ അവൻ ചേർത്ത് നിർത്തി. ഒന്നും പറയാതെ അവർ ആ കുടക്കീഴിനുള്ളിൽ പരസ്പരം മുഖത്തേക്ക് നോക്കി നിന്നു. ആദിയുടെയും ഗൗരിയുടെയും പ്രണയകഥ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.